ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രസിഡന്റ് വന്നിരിക്കുന്നു. ബീഹാറിലെ റോഡ് നിർമ്മാണ മന്ത്രിയായിരുന്ന നിതിൻ നബീൻ ആണ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടി ഒരു മുഴുവൻ സമയ പ്രസിഡന്റിനെ നിയമിക്കാതെ ഒരു താൽക്കാലിക ക്രമീകരണത്തിലേക്ക് മാറിയത്? നബിന്റെ ഈ നിയമനം കേവലം ഒരു ഇടക്കാല നടപടിയാണോ, അതോ ബി.ജെ.പിയുടെ സംഘടനാപരമായ ഭാവി തീരുമാനിക്കുന്ന തന്ത്രപരമായ ഒരു പരീക്ഷണമാണോ? നോക്കാം. നിതിൻ നബീന്റെ നിയമനത്തിന് പിന്നിലെ പ്രധാന കാരണം നിലവിലെ പ്രസിഡന്റ് JP നദ്ദ ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി കൂടിയാണ് എന്നതായിരുന്നു. ബി.ജെ.പിയുടെ മുഴുവൻ സമയ ദേശീയ പ്രസിഡന്റിനായുള്ള തെരഞ്ഞെടുപ്പ് ഏകദേശം 2 വർഷമായി നടക്കാനിരിക്കുകയാണ്. JP നദ്ദയാണ് നിലവിലെ ബി.ജെ.പി ദേശീയ പ്രസിഡന്റ്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ കാലാവധി 2024 ജൂൺ വരെ നീട്ടി. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിന് മുന്നോടിയായി നേതൃനിരയിൽ മറ്റൊരു പരീക്ഷണം നടത്താൻ അന്ന് ബി.ജെ.പി ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് JP നദ്ദയുടെ കാലാവധി 2024 ജൂൺ വരെ നീട്ടിയതും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് കോട്ടം തട്ടാതെ തന്നെ സംഘടനാപരമായ ചുമതലകളിൽ ഒരു യുവരക്തത്തിനെ കൊണ്ടുവരാൻ വർക്കിംഗ് പ്രസിഡന്റ് എന്ന ആശയം ഇപ്പോൾ അവതരിപ്പിച്ചതും. ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ മറ്റൊരു കാരണം എന്തെന്നാൽ ഒരു വ്യക്തിക്ക് ഒരു പദവി എന്ന ബി.ജെ.പി നയം നടപ്പിലാക്കുക എന്നതാണ്. മൂന്നാമതായി ഒരു കാരണം ജ്യോതിഷപരമായ ഒരു കാരണമാണ്. പുതിയ പ്രസിഡന്റിനായുള്ള ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്തേണ്ടതില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കർമ്മമാസം ആയതിനാൽ ഈ കാലയളവിൽ, അതായത് മകരസംക്രാന്തി വരെയുള്ള കാലയളവ് ശുഭകരമായ വലിയ ചടങ്ങുകൾ ഒഴിവാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാരണത്തിലാണ് താൽക്കാലികമായ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത്. വർക്കിംഗ് പ്രസിഡന്റ് രീതി ബി.ജെ.പിക്ക് പുതിയതല്ല. 2019 ജൂണിൽ അമിത്ഷാ കേന്ദ്രമന്ത്രിയായപ്പോൾ JP നദ്ദയും വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടാണ് ചുമതലയേറ്റത്. 6 മാസങ്ങൾക്കകം അദ്ദേഹം മുഴുവൻ സമയ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിതിൻ നബിനും അതേ പാതയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി ഭരണഘടന 2012 ഭേദഗതി ചെയ്തത് ഒരു സജീവ അംഗത്തിന് 3 വർഷം വീതമുള്ള 2 തവണ പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കാൻ അനുവാദം നൽകുന്നുണ്ട്. സംഘടനയുടെ സുസ്ഥിരത ഉറപ്പാക്കാനുള്ള RSSന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ മാറ്റം. ഈ നിയമനം ബി.ജെ.പിയിലെ തലമുറ മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. 50 വയസ്സ് മാത്രം പ്രായമുള്ള നിതിൻ നബിൻ ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാളാണ്. ബി.ജെ.പിയുടെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവ മോർച്ചയിൽ വർഷങ്ങളായി പ്രവർത്തിച്ച് നേടിയെടുത്ത ശക്തമായ സംഘടനാ വൈദഗ്ധ്യമാണ് നബിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. അന്തരിച്ച ബി.ജെ.പി നേതാവ് നബിൻ കിഷോർ സിൻഹയുടെ മകനായ നിതിൻ നബിൻ കയസ്ഥ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. പുതിയ കാലത്തിനനുസരിച്ച് യുവ നേതൃത്വത്തിന് പ്രാധാന്യം നൽകി പാർട്ടി ഊർജം പകരാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയാണിത്. ചുരുക്കത്തിൽ നിതിൻ നബിന്റെ നിയമനം എന്നത് തികച്ചും തന്ത്രപരമായ ആസൂത്രണം ചെയ്ത ഒരു നടപടിയാണ്. ഇത് ഒരു വ്യക്തിക്ക് ഒരു പദവി എന്ന തത്വത്തെ ഉയർത്തിപ്പിടിക്കുകയും തിരഞ്ഞെടുപ്പിന് മുമ്പ് സംഘടനാപരമായ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നു. JP നദ്ദയെ പോലെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം എന്നത് ദേശീയ അധ്യക്ഷ പദവിയിലേക്കുള്ള ഒരു പ്രവേശന കവാടമായി മാറാൻ ഉള്ള സാധ്യത ഏറെയാണ്. നിതിൻ നബിന്റെ ഒരു ഉയർച്ച ബി.ജെ.പിയുടെ അധികാരത്തിൽ നടത്തുന്ന തലമുറ മാറ്റത്തിന്റെ കൂടെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.